സുപ്രഭാതം സമ്മാനിച്ച ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ വക ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സൈനബ, സ്ഥലം വാണിമേലാണ്. ദില്ലി സാർ പരിചയപ്പെടുത്തി. ഇതിലും എല്ലാം എന്നെ പരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കും കൂടുതൽ. ആരെങ്കിലും പുതിയതുണ്ടെങ്കിൽ വിളിക്ക് വേണ്ടി പറഞ്ഞതാ. ഇന്ന് പ്രൊഡക്റ്റ് ട്രെയിനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളിലൂടെ നമുക്കങ്ങ് കടന്നു പോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിനിങ് എടുക്കാൻ മാത്രം ട്രെയിനർ എല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുമ്പോൾ ആദ്യം എന്നെ ബോധ്യപ്പെടുത്താനും പിന്നെ എൻ്റെ വാക്കിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്നുള്ള നിലക്ക് നമുക്ക് ആ ഒരു ചർച്ച പോലെ അങ്ങ് പോവാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വൈറൽ രോഗങ്ങൾ. അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരായിക്കോട്ടെ, ആരോഗ്യ വിദഗ്ധരായിക്കോട്ടെ, എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യം പുറത്തു പോയി വന്നാൽ സോപ്പിട്ട് കഴുകുക, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് നന്നായിട്ട് കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക എന്നുള്ളത് മലയാളികൾക്ക് മാത്രം പരിചയമുള്ള കാര്യമല്ല. കാരണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചിന്റെ കൊഴുപ്പാണെങ്കിലും മീനിന്റെ മണം പോവാണെന്നുള്ള ഉദ്ദേശത്തിൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകും. സ്ഥാനത്ത് ഇന്ന് ഡോക്ടർമാർ പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകില്ലേ കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പായിട്ട് നന്നായിട്ട് സോപ്പതും 20 സെക്കൻഡ് കൈയിന്റെ കവിളിലും പുറത്തും നഖങ്ങളും എല്ലാം ചേർത്ത് കഴുകുന്നത് തന്നെ അവരിങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരുമെന്ന് ഇന്ന് നമുക്ക് ഇങ്ങനെ കഴുകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 20 സെക്കൻഡ് കുറയാതെ കഴുകാനും പറയുന്നുണ്ട്. അപ്പൊ ആ കഴുകുന്നതിന്റെ പ്രാധാന്യം നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്താണ്, ബാക്ടീരിയകളെ ചെറുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മള് പുറത്തു പോയാലും വീട്ടിലായിക്കാളും അവിടെ ഇവിടെ എല്ലാം തൊടുന്ന കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള, പണ്ട് കാലത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു നേരം എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ അതൊരു എൻജോയ്മെന്റ് ആണ്. ഫുഡ് കഴിക്കുക എന്നുള്ളൊരു എൻജോയ്മെന്റാണ്. അപ്പൊ നടന്നുകൊണ്ട് കഴിക്കാൻ പറ്റിയ ഒരുപാട് ഫുഡുകൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ലേസ്, പിന്നെ മെനു പോലത്തെ അങ്ങനത്തെ കുറെ പാക്കറ്റ് ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ കൈ ശുദ്ധമാണെന്ന് ഒരു ഷവർമ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ അത് അതിന്റെ മുകളിൽ പിടിക്കാതെ തൊലി തുറന്ന് അതിന്റെ ഇത് കവർ തുറന്നെടുത്തിട്ട് കഴിക്കാനൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ടച്ച് ചെയ്ത ബാക്ടീരിയ ഭക്ഷണത്തിലൂടെ വായിലെത്താൻ സാഹചര്യം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു എത്തിയ ഭക്ഷണത്തിൽ നിന്ന് ബാക്ടീരിയനെ നിർവീര്യമാക്കാൻ നമ്മൾ ഉമിനീരും ആമാശയത്തിലൊക്കെ പിന്നെ അസിഡിറ്റി എല്ലാം അതിന് സഹായകമാണെങ്കിലും ഇന്ന് നമുക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ട് രോഗം വരികയുള്ള ഷിഗല്ല എന്നുള്ള രോഗത്തിനെതിരെ നല്ല മുൻകരുതൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യ രംഗത്തുള്ളവര്. അതുകൂടാണ്ട് പിന്നെ നിപ്പയും ഈ കൊറോണയും ഡെങ്കിപ്പനിയൊന്നും ഒഴിഞ്ഞു മാറിപ്പോയിട്ടില്ല. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ വസൂരി അതെല്ലാം ഒരു പരിധി വരെ ദൂരെ ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ആലോചിച്ചാൽ അന്ന് ലിവറിനൊക്കെ കുറച്ചുകൂടി ശക്തിയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാത്ത കാരണമാവണം ഒരു രോഗത്തിന് തൂത്തുവാരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ അതിന് ഈ ആരോഗ്യ രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നിർദ്ദേശം വരുന്നത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഹാൻഡ് വാഷിന് 2 ഹാൻഡ് വാഷ് ഫ്രീ എന്നുള്ള കണക്കിന് ഈ ഹാൻഡ് വാഷ് ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും ബിസിനസ് രംഗത്തുള്ളവർക്ക് അറിയാം. അപ്പൊ ഹാൻഡ് വാഷ് ഉപയോഗിക്കണം, ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഹാൻഡ് വാഷ് ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലും ഒരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലിറ്റർ ക്യാൻ കിട്ടും. അതൊക്കെ നമുക്ക് എത്രയോ കാലം വീട്ടിൽ ഉപയോഗിക്കാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷെ അതിന്റെ ക്വാളിറ്റി എത്രത്തോളാന്ന് ഒരു ഉമ്മമാരും ആലോചിക്കില്ല. അമ്മമാർ ബഡ്ജറ്റിൽ ഊന്നിയിട്ടാണ് പർച്ചേസ് പലപ്പോഴും ചെയ്യുക. അധികം ആണുങ്ങളില്ലാതെ കൊണ്ട് തന്നെ പെണ്ണുങ്ങളാണ് മന്ത്ലി പർച്ചേസ് ഒക്കെ നടത്തുന്നത്. ഗൾഫിലായാലും ചിലപ്പോൾ ജോലി തിരക്കിലെല്ലാം ആകുമ്പോൾ പെണ്ണുങ്ങളെടുത്താണ് ആ പർച്ചേസിന്റെ. അപ്പൊ അതിന്റെ ഗുണമേന്മ എത്രത്തോളം മനസ്സിലാക്കിയിട്ടൊന്നും എല്ലാവരും ചെയ്യാം. ഈ ഡിഷ് വാഷ് ആണെങ്കിൽ ഒരു ഡിഷ് വാഷ് വാങ്ങുമ്പോൾ അല്ലെ 2 ഡിഷ് വാഷ് വാങ്ങുമ്പോൾ ഒരു ഡിഷ് വാഷ് ഫ്രീ കാണുമ്പോൾ കുറച്ചും കൂടെ നാള് പാത്രം കഴുകാമല്ലോ എന്നുള്ള അതാണ് മൈൻഡിൽ വരിക. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാൻ പോകുന്നത്, ആദ്യം എന്നെ തന്നെ ബോധ്യപ്പെടുത്താനും പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷിന്റെ പ്രസക്തി തന്നെയാണ്. നമ്മൾ എലമെന്റ്സ് ബ്രാൻഡിലൂടെയാണ് നമ്മൾ ഹാൻഡ് വാഷ് വന്നത്. ഇത് പിന്നെ ഇതിലൂടെ അല്ല, ന്യൂ സ്റ്റാറിലല്ല നമ്മളെ ഇതുള്ളത്, എലമെന്റ്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്കറിയാം എലമെന്റ്സിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, രോഗം വന്നവരെ ചികിത്സിക്കാനുള്ള, വരാതിരിക്കാൻ, ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാ എലമെന്റ്സിലൂടെ വരുന്നത്. അത് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള സാഹചര്യവും അതിലുണ്ട്. പക്ഷെ കമ്പനി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഹാൻഡ് വാഷിന്റെ കാര്യം തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ഹാൻഡ് വാഷിൽ ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒന്ന് റോസ് എക്സ്ട്രാക്റ്റ്, പിന്നെ ഗ്ലിസറിന്, പിന്നെ എന്താ പറയാ ഈ ഓട്ട് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം ആദ്യം തന്നെ ഞാനങ്ങ് പറയാം. അതായത് റോസ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ എടുക്കുന്ന എക്സ്ട്രാക്ട് നമുക്ക് കണ്ണിലൊഴിക്കാനും സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ള ഒരു ഇതാണ്. റോസിന്റെ അതിൽ നമ്മൾ തിളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന്റെ, അതായത് സ്കിന്നിൽ എന്ത് ഉപയോഗിക്കാവോ അത് നമുക്ക് ഉള്ളിലേക്ക് കുടിക്കുക എന്നുള്ളതാണ് ഒരു ഈ ആയുർവേദത്തിന്റെ ഒരു കണ്ടെത്തൽ. അങ്ങനെയാ. നമ്മൾ പെനഡോള് ഒരു അലിയിപ്പിച്ചിട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് തൊലിപ്പുറത്ത് പുരട്ടിയാൽ പൊള്ളിപ്പോകുന്ന പറയുന്നത്. അപ്പൊ ആ സാധനം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്. അത് അലോപ്പതിയില്, നമ്മുടെ അലോപ്പതിക്ക് എതിരല്ല. നമുക്ക് രോഗം വന്നാല് അലോപ്പതി ഡോക്ടർമാർക്കാണ് രോഗം കണ്ടെത്തുന്നത്, അതൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ നമ്മൾ രോഗം വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുകയും അതിനുള്ള അഡ്വൈസ് കൊടുക്കുകയും അതെല്ലാം ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം ഈ റോസ് എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ ചേർന്നിരിക്കുന്നത് ഒന്ന്. രണ്ടാമത് ഗ്ലിസറിന് റോസ് എക്സ്ട്രാക്റ്റിന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താ പറയാ, ഈ മുറിവെല്ലാം ഉണങ്ങാനുള്ള കഴിവുണ്ട്. പിന്നെ ആന്റി ഇൻഫ്ലമേഷനും കൂടിയുള്ള സാധനമാണ് ഇത്. അതുകൂടാണ്ട് രണ്ടാമത് ഒരു ഓട്ട് അമിനോ ആസിഡ് ആണ്. അത് സ്കിന്നിന്റെ pH കൃത്യമാക്കി കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് അതിന്. അതായത് നമ്മുടെ സ്കിന്നിന്റെ pH 4 to 6 ആണ്. അത് ഒന്നും കൂടെ നമ്മൾ സ്കിന്നിൽ തന്നെ ഡീപ്പായിട്ട് രഹസ്യ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ pH ഒന്നും കൂടെ കൂടിയിട്ട് 3.4 ആണ്. അതായത് ആ ഭാഗത്തൊന്നും ഈ നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സ്ത്രീകൾ പ്രത്യേകിച്ച് ഇതൊന്നും കൂട്ടി അങ്ങ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞത്, സ്ത്രീകൾ പ്രത്യേകിച്ചും സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ട ഭാഗങ്ങളല്ല. സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെയും ഉള്ളിൽ ഗർഭപാത്രത്തിലേക്ക് വലിച്ചെടുക്കാനുള്ള പാകത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ സോപ്പല്ല അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രൈവി വാഷ് എന്ന് പറയുന്ന ഏറ്റവും എന്താ പറയാ അമൂല്യമായിട്ട് തന്നെ പറയാം. ആ പ്രൊഡക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എല്ലാ ടോയ്ലറ്റും മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു പ്രൈവി വാഷ് വാങ്ങിക്കൊടുക്കണം. ആ ഭാഗത്തെ pH നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, pH അത്രയും ശക്തമായിട്ട് വെച്ചിരിക്കുന്നത് ഒരണുക്കളും അങ്ങോട്ടേക്ക് എത്താൻ പാടില്ല. ഈ ആസിഡിറ്റി മൂല്യത്തിൽ ആസിഡിറ്റി മീഡിയത്തിൽ ഈ ബാക്ടീരിയകൾ നശിച്ചു പോകണം എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെ വന്നതെന്ന് ഒന്നും കൂടി സാന്ദർഭികമായിട്ട് അതും കൂടെ ഞാൻ പറഞ്ഞെന്ന് മാത്രം. പ്രൈവി വാഷ് എല്ലാവരും ഉപയോഗിക്കാം. അത് പിന്നെ നമ്മുടെ ഹാൻഡ് വാഷിൽ മൂന്നാമത് അടങ്ങിയിരിക്കുന്നത് ഗ്ലിസറിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിനെ വലിച്ചെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് എത്തിക്കാനും സ്കിന്നിന്റെ ഉള്ളിലുള്ള ഈർപ്പത്തിനെ വലിച്ച് പുറത്തേക്ക് ഇടാനും രണ്ടും കഴിവുണ്ട്. മൃദുത്വം നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഈ ഹാൻഡ് വാഷ്, നമ്മളെ ഹാൻഡ് വാഷ് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ തരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒന്നിനൊന്ന് ഫ്രീ എന്നൊക്കെ കണ്ടല്ലേ 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ, ഇനി അതല്ല ബാത്ത് സോപ്പ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സമയത്തും ഈ ആരോഗ്യ വിദഗ്ധർ പറയുന്ന കണക്കിനാണ് നമുക്ക് സോപ്പ് ഇട്ട് കഴുകാനേ സമയമുള്ളൂ. അവിടെയെങ്കിലും തൊട്ടിട്ടുണ്ട്, അവിടെയും തൊട്ടിട്ട് കൈ കഴുകി, പിന്നെയും കൈ കഴുകി, 20 സെക്കൻഡ് കഴിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൈയിന്റെ സ്വാഭാവികമായ pH നഷ്ടപ്പെടും, സ്കിന്ന് ഡ്രൈ ആയി പോവും. പിന്നെ അതിലൂടെ എന്താ പറയാ ചെറിയ മുറിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മക്കളാണ് അതിസാരം, മറ്റേ എന്താ പറയാ അങ്ങനത്തെ രോഗങ്ങൾ കൂടുതലായിട്ടും ന്യൂമോണിയ ഒക്കെ വന്നിട്ട് മരണപ്പെടുന്നതിൽ എണ്ണം കൂടുതലും നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളാ. അതൊന്ന് ഒരു പരിധി വരെ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ഈ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് ഒരു പരിധി വരെ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഇങ്ങനെ അവർ എടുത്ത് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ എത്ര കഴുകിയാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉള്ളിലേക്ക് കടന്നാൽ ആ ബാക്ടീരിയ ഉള്ളിൽ കിടന്ന് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് വൈറൽ രോഗങ്ങൾ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തായാലും ആന്റിബയോട്ടിക് കഴിക്കാലേ
നിവൃത്തിയുള്ളൂ. ഇപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അമിതമായത് മൂലം ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുക. അത് ഡോക്ടർമാരുടെ ഇടയിൽ നല്ല വെല്ലുവിളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ സാധാരണക്കാരായ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. എല്ലാ ആന്റിബയോട്ടിക്കിനെയും പ്രതിരോധിക്കാൻ ബാക്ടീരിയക്ക് കഴിയുന്നുണ്ടെന്നതാണ്. അപ്പൊ നമ്മളത് പരീക്ഷണത്തിന് നമുക്ക് വേണമെങ്കിൽ ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ചോക്കോ നിരന്തരമായിട്ട് വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചോക്കിനെ മറികടന്ന് ഉറുമ്പുകൾ പോകുന്ന നിങ്ങൾക്ക് കാണാം. അതായത് അതിനെ പ്രതിരോധിക്കാനാവാതെ ഉറുമ്പുകൾ കഴിഞ്ഞാലും പിന്നെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് അവർ ജീവിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ബാക്ടീരിയ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി തീരെ ഇല്ലാണ്ടാവും. എങ്ങനെ വന്നാലും എത്ര ആന്റിബയോട്ടിക് കഴിച്ചാലും കുറച്ച് ബാക്ടീരിയ അവിടെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആവും നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട്. നല്ല സാഹചര്യം നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ജീവിതചര്യയിലൂടെ അവർക്ക് കിട്ടുന്നുണ്ടെന്നതാണ് ഒരു വാസ്തവം. അപ്പൊ അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് നന്നായിട്ട് കഴുകി ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒന്നാമത്തെ മാർഗം നമ്മളെ ഹാൻഡ് വാഷ് എല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റും. അപ്പൊ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ ഹാൻഡ് വാഷിലൂടെ പുറന്തള്ളാൻ പറ്റാത്ത ബാക്ടീരിയ നമ്മളെ ഉള്ളിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവയവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ലിവറാണ്. ലിവർ അതിന് സംരക്ഷിക്കാനുള്ളത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിവഗെയിനാണ്. നമുക്കറിയാം ലിവഗെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം. പുതിയ ആൾക്കാർക്കല്ലാതെ ഇതിൽ നിലനിൽക്കുന്നവർക്കൊക്കെ ലിവഗെയിന് നന്നായിട്ട് അറിയാം. ലിവറിൽ ഉള്ള പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതൊന്നും കൂടി നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ നമുക്ക് പറഞ്ഞങ്ങ് പോകാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് പ്രതിവർഷം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്കെടുത്ത് നോക്കിയാൽ പ്രതിവർഷം ലോകത്ത് 1.5 കോടിക്ക് മുകളിൽ ലിവർ മാറ്റിവെക്കലിന് രജിസ്ട്രേഷൻ ചെയ്ത കേസ് ഉണ്ടെങ്കിൽ 15 വർഷത്തിനപ്പുറമാണെങ്കിൽ 15 വർഷത്തിന് ഇപ്പുറം രോഗങ്ങൾ ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അവസ്ഥകളൊന്നും മനസ്സിലിട്ട് കണക്ക് കൂട്ടി നോക്കണം. അതിൽ 2.5 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് രജിസ്ട്രേഷനും 10,000-ൽ കൂടുതൽ നമ്മുടെ പിന്നെ മലയാളികളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ന് ഒരു ഡോക്ടർ ഒരു ചർച്ചയിൽ ഞാൻ കേട്ടത് 90% മേലെ ഫാറ്റി ലിവറുള്ള ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. അത് ഒരു വഴിയുമില്ല, അതിന് തടയിടാൻ ഒരു വഴിയില്ല എന്നാ പറയുന്നത്. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഫാറ്റി ലിവറാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റി ലിവർ സിറോസിസിലേക്ക് എത്തിയെന്ന് ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾ പേടിയായി. അപ്പൊ അത് കഴിഞ്ഞ് ഇക്കരയിൽ ഒരു ഡോക്ടർ അടുത്ത് പോയപ്പോൾ അതൊക്കെ സാധാരണയാണ്, ഇതൊക്കെ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ചയച്ചത്. പക്ഷെ നമ്മൾ ഈ കമ്പനിയിൽ മഹത്തായ കമ്പനിയിൽ വന്നത് കൊണ്ടും ഇതൊക്കെ അറിയാനുള്ള ട്രെയിനിങ്ങിലൂടെ ഇതൊക്കെ അറിയാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ എത്തിയത് കൊണ്ടും നമ്മളത് കുറച്ചും കൂടെ ഗൗരവമായിട്ട് എടുക്കണം. അതായത് ഏതൊരു ബാക്ടീരിയ പുറത്തുനിന്ന് കയറിയാലും ലിവറാണ് അതിനെ ശരീരത്തിൽ എത്താതെ അതിനെ നിർവീര്യമാക്കേണ്ട ഒരു കടമ ലിവറിനുണ്ട്. അത് നിർവീര്യമാക്കിയിട്ട് അത് നേരെ കിഡ്നി വഴി പുറന്തള്ളാനുള്ള ഒരു മാർഗമാണ് ദൈവം സ്വമേധയാ നമ്മളെ ഉള്ളിൽ വെച്ചിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഏറ്റവും അപാരമായ സൃഷ്ടിയാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും ശരി, മതവിശ്വാസിക്ക് ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവം ഏറ്റവും നന്നായിട്ട് എൻ്റെ ഏറ്റവും നല്ല ക്രിയേറ്റീവ് എന്ന് ദൈവം ആണയിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ദൈവത്തിന്റെ എന്താ പറയാ സത്ത ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യന്റെ ജന്മം എന്ന് പറഞ്ഞാല്. അപ്പൊ ആ സത്ത ഉള്ള, അതായത് ഞങ്ങൾ അറബി മുസ്ലിങ്ങൾ റൂഹ് എന്ന് പറയും, ആത്മാവ്, ആത്മാവിനെ നിക്ഷേപിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പൊ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ രോഗങ്ങളും ശരീരത്തിൽ വരാണ്ടിരിക്കാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും ദൈവം നേരത്തെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ അതിന്റെ അപ്പുറത്ത് നമ്മളെ ജീവിതചര്യയും നമ്മളെ ശ്രദ്ധക്കുറവും പോയി എന്നുള്ളതാണ്. അപ്പൊ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഉറക്കൊഴിയുന്ന സ്വഭാവം ഇന്നത്തെ ജനറേഷനിൽ കൂടുതലായി വരുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് മൂലം ലിവറിന് നല്ല ഡാമേജ് വരുന്നുണ്ട്. അപ്പൊ ചെറിയ മക്കൾക്ക് വരെയുന്ന സ്ട്രെസ്സാ. പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അവർക്ക് ഓടിച്ചാടി കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവർക്ക് ഭയങ്കര സ്ട്രെസ്സാ. വീട്ടിൻ്റെ ഉള്ളിൽ 2 ഭാഗം അടച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ അവർക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം അമ്മമാർ ഒരുക്കി കൊടുക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് പുറത്തെ പ്രകൃതിയായിട്ട് ആണെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾക്ക് പ്രകൃതിയിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് ഇറങ്ങി ഓടിച്ചാടി കളിക്കാനുള്ളത്. അത് നമ്മൾ സമ്മതിക്കുന്നില്ല. മണ്ണോട്
മണ്ണുമായിട്ട് പിന്നെ കൈയും കാലൊക്കെ മണ്ണിലിട്ട് അങ്ങനെ കളിക്കാനുള്ള ഒരു സാഹചര്യം, മണ്ണപ്പച്ചൂട് അതൊന്നും ഇപ്പൊ കുട്ടികൾക്കില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ ഡിഷ് വാഷിന്റെ ഉപയോഗം, പേസ്റ്റിന്റെ ഉപയോഗം, നമ്മൾ ഈ കമ്പനിയിൽ വന്നവരൊക്കെ നമ്മളെ വേസ്റ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരിക. പിന്നെ സിന്തറ്റിക് കോളകള്, ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം, കീടനാശിനിയുടെ ഉപയോഗം, പാറ്റ ഗുളിക, ഞാൻ ഈ പറഞ്ഞ ഉറുമ്പിന്റെ ചോക്ക്, ഇതെല്ലാം പിന്നെ നമ്മളെ ലിവറിനെ ഡെയിലി ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാണ്ട് ഭക്ഷണത്തിലൂടെ വരുന്നതൊക്കെ ബാക്ടീരിയകളൊക്കെ. അപ്പൊ എന്താ പറയാ, ഈ ലിവറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ലിവർ നോക്കിക്കോളും. കോടിക്കണക്കിന് ഗ്ലാൻഡുകളുടെ ഹെഡ് ഓഫീസാണ് ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. അതിനെ നന്നാക്കിയാൽ ബാക്കിയെല്ലാം നന്നായി. പണ്ടുള്ളവർ പറയും മോന്തായ നന്നായാൽ കൈക്കോല് 38 നന്നായിന്ന്. അപ്പൊ അതുപോലെ നമ്മൾ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ലിവറിന് 60ൽ കൂടുതൽ എന്താ പറയാ ഹെർബുകൾ ആയുർവേദം കണ്ടെത്തിയിട്ടുണ്ട് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ. ഈ 60ൽ നിന്ന് തെരഞ്ഞെടുത്ത ഏറ്റവും സൂപ്പർ ഹെർബ് എന്ന് പറയുന്ന രേവച്ചീനി, കാലമേഘം എന്ന് പറഞ്ഞിട്ട് 2 ഹെർബുകളാണ് ഇതിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മളെ എന്താ പറയാ ഈ എന്താ പറയാ ഈ ആന്റിവൈറൽ കർമ്മം ഉണ്ടല്ലോ, ആ ആന്റിവൈറൽ കർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമമായാണ് രേവച്ചീനി എന്ന് പറയുന്നത്. ആന്റിവൈറൽ എന്ന് പറയുമ്പോൾ വൈറസിനെ അതിൽ നിന്ന് നിർവീര്യമാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇയും ബിയും വരാതെ സംരക്ഷിക്കുക. ഇപ്പം മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് ഇയും ബിയും ആകുമ്പോൾ അത് നല്ല കോംപ്ലിക്കേഷൻ ആയിട്ട് പോകുന്നത്. നമ്മളിപ്പം മഴ കൂടുതലാകുമ്പോഴത്തേക്ക് നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിന്റെ ഒരു കാലാണ് വരുന്നത്. അതായത് പുഴ തോടും ഒക്കെ നിറഞ്ഞ് പറമ്പിലെല്ലാം നിറഞ്ഞിരിക്കുന്ന വെള്ളം സ്വാഭാവികമായിട്ടും അത് ഉറവിലൂടെ നമ്മളെ കിണറ്റിലേക്കാണ് വരിക. അപ്പൊ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ പറയും. ചിലപ്പോൾ എല്ലാം തിളപ്പിച്ചാറ്റാതെ വെള്ളം കുടിച്ചെന്ന് വരും. പിന്നെ അങ്ങനെയെല്ലാം നമുക്ക് എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ലിവഗൈൻ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ എന്താ പറയാ ഈ മരമഞ്ഞള്, പർപ്പടപ്പുല്ല്, കൊടുവേലിക്കിഴങ്ങ്, ഇതെല്ലാം നമ്മളെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും പിന്നെ മെറ്റബോളിസം റെഡിയാവാനും വിഷത്തിനെ നിർവീര്യമാക്കാനും പിന്നെ ഹെവി ഫുഡ് ദഹിക്കാനും ഒക്കെ സഹായിക്കുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ആണ്. അത്രയും ഇൻഗ്രീഡിയൻസ് അതിലുള്ളൂ. പക്ഷേ അത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുക. നന്നായിട്ട് ലിവഗൈന് ഒരു പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ ഈ നമ്മളിപ്പം കൃഷിക്കെല്ലാം ഈ മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് പിന്നെ അതിന് സംരക്ഷിക്കും. കർഷകർക്കറിയാം. കർഷകർ എന്ത് വില കൊടുത്തും കൃഷിഭൂമിനെ ഇപ്പം എത്ര വില കൊടുത്തിട്ടും വളം വാങ്ങിച്ച് പിന്നെ നല്ല കൂലി കൊടുത്ത് തൂപ്പല്ലിട്ട് അത് നന്നായിട്ട് അതിനെ സംരക്ഷിച്ചു വെക്കും. അതുപോലെ നമ്മൾ ഈ ഒരു സമയത്ത് എന്താ പറയാ ഈ മഴക്കാലത്ത് നമ്മളെ ശരീരത്തിനെ സംരക്ഷിക്കണം. ഒന്ന് ഹാൻഡ് വാഷിലൂടെ, ലിവഗൈനിലൂടെ, പിന്നെ പറ്റുമെങ്കിൽ നമ്മളെ ബ്ലഡ് ഒരു വർഷത്തെ കച്ചറ മുഴുവനും പോകാൻ വേണ്ടി 3 ബ്ലഡ് പ്യൂരിഫയറും ഒരു ഡിറ്റോക്സും കൂടെ അതിൻ്റെ കൂടെ ഉപയോഗിക്കുക. ഇതൊരു കോമ്പിനേഷനായിട്ട് അതങ്ങ് എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പിന്നെ എനിക്ക് പറയാനുള്ള കവചപ്രാശ ലേഹം എല്ലാ വീട്ടിലും നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മളെ ആരോഗ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും നോക്കി നിൽക്കുന്ന കുറെ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. കാരണം നമ്മൾ ഈ കമ്പനിയിൽ വരുമ്പോൾ നമ്മൾ ഉപദേശിക്കാനും എതിർക്കാനും എല്ലാവർക്കും ഉണ്ടാവും. എനിക്കിഷ്ടം പോലെ എൻ്റെ കുടുംബം മൊത്തം എനിക്കെതിരാ. അപ്പൊ എതിർക്കുന്ന ആൾക്കാർ നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത്. അത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിന് ഇത് ഉപയോഗിച്ചേ പറ്റും. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അത് അത്ര നല്ലതാ ഇത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖത്തിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം നമ്മൾ ഇത് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അത് പറയിപ്പിക്കാണ്ടിരിക്കുക. എനിക്ക് ആണായിട്ട് പറയാൻ പറ്റും. ഞാൻ ഈ കൊറോണയുടെ തൊട്ട് മുമ്പായിട്ടാണ് ഇതിൽ ഒരു പ്രാവശ്യം ഐഡിയ അടിച്ച് പിന്നെ ഞാനത് പിൻവലിഞ്ഞ് നിന്നെങ്കിലും അന്ന് മുതലേ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഐഡിയ അടിച്ച് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ കൊറോണ വന്നത്, ലോക്ക്ഡൗൺ ആകുന്നതും ആ സമയത്ത് എനിക്ക് കൊറോണ വന്നതും. കൊറോണ വന്നപ്പോൾ ഞാൻ കരീം സാറിനെയൊക്കെ ബന്ധപ്പെട്ട് കവചപ്രാശവും ലിവഗൈനും കഫ്നിയിലും ഉപയോഗിക്കാൻ പറഞ്ഞ്. അപ്പം ഞാനത് ഉപയോഗിച്ച് ഞാൻ അന്ന് 2 പെനഡോൾ ഉപയോഗിച്ചിട്ടുണ്ട് പനി വന്നപ്പോൾ. അത് കൂടാണ്ട് നല്ല മൂത്ത കൊറോണയാണ് വന്നത്. പക്ഷെ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. ഞാനിത് ഉപയോഗിച്ച കാരണം ഞാൻ നല്ല റിക്കവർ ആവുകയും ചെയ്ത്. അത് കൂടാണ്ട് മോന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവന് കവചപ്രാശം കൊടുത്തു കഴിഞ്ഞ് അന്ന് വിശ്വാസം വന്ന ഞാൻ പിന്നെ ഈ പ്രൊഡക്റ്റ് അല്ലാണ്ട് ഈ 5 വർഷമായിട്ടും ഒരു പെനഡോൾ പോലും വീട്ടിൽ വാങ്ങി ജനറൽ വെക്കേണ്ടി അല്ലെ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് 5 രൂപ കിട്ടുന്നല്ലേ വാങ്ങിച്ചു കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല.
ഞാൻ ഒരുപാട് അസുഖങ്ങൾ കാരണം തന്നെ നമ്മളിപ്പോൾ 5 വർഷം ഇതിൽ ഐഡിയ അടിച്ചിട്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ മുമ്പേ ജീവിച്ചത് കണ്ടമാനം രോഗം വരുമ്പോൾ പെൻഡോൾ എടുത്ത് കഴിച്ചിട്ടും എന്തെങ്കിലും ഡോക്ടർ കാണിച്ചിട്ട് എല്ലാ പരിഹാരവും ഞാൻ തന്നെ എല്ലായിടത്തും പറയലുണ്ട്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ച് എല്ലാ രോഗങ്ങളും നേരത്തെ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇന്ന് അലോപ്പതി മേഖലയിലുണ്ട്. ചികിത്സിക്കാൻ വിദഗ്ധമായ ഡോക്ടർമാരുണ്ട്. പിന്നെ എന്തിന് പേടിക്കണം? പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, രോഗം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ട്, ചികിത്സ ഉണ്ട്. പക്ഷെ രോഗി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ചികിത്സ കൊണ്ട് വരുന്നൊരു ചികിത്സ പിഴവുണ്ടാവും. ചിലപ്പോൾ നമുക്കറിയാം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ കാര്യവും, പിന്നെ എന്താ പറയാ, ഒരു ലേഡി പിന്നെ ബ്രസ്റ്റിന് ക്യാൻസർ ആണെന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി കൊടുക്കുന്നു. കൂടുതൽ ചികിത്സക്ക് വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുന്ന് ബ്രസ്റ്റ് എടുത്ത് മാറ്റി. അതിന്റെ ശേഷമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്നുള്ളത് അറിയുന്നത്. ഒരു ബ്രസ്റ്റ് നഷ്ടപ്പെട്ട ശേഷം ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു പെണ്ണിന്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഒരു ചികിത്സാ പിഴവ് വന്നപ്പോൾ ഡോക്ടർമാർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവര് ന്യായം പറഞ്ഞ് പിന്മാറി. പിന്നെ അതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന പോയൊരു വിഷയമാണ് പിന്നെ സലീം കുമാറിന്റെ പ്രസ്താവന. ഒരു ഹോസ്പിറ്റലിൽ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടൊരു ലിവർ മാറ്റി വെച്ചതിന് ശേഷം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് സംസാരിച്ച വീഡിയോ ക്ലിപ്പാണെന്ന് തോന്നുന്നുണ്ട്. അത് എനിക്കെല്ലാം കുടുംബത്തിൽ നിന്ന് നന്നായിട്ട് അയച്ചു തന്നു. എല്ലാവരും ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ട് എന്നെ കുത്തിയാന്ന് എനിക്കറിയാം. കാരണം സലീം കുമാർ അതിൽ പറയുന്നുണ്ട്, പിന്നെ 51 ദിവസം നിലമ്പരണ്ട കഴിക്കാൻ പറഞ്ഞിട്ട് 501 ദിവസം കഴിച്ച ഞാൻ ആട് പിന്നെ എന്താ പറയാ പശുവിന്റെ ചാണകം പോലെ വയറ്റിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അന്ന് തന്നെ ഞാൻ പിന്നെ അതുപോലെ നിർമ്മലാനന്ദഗിരിയോ ഏതോ ഒരു സ്വാമീനെ പറ്റിയിട്ട്, ആ സ്വാമീനെ പറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹം ഒരു ആരോഗ്യ രംഗത്ത് ഒരു സംഭാവന പോലെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മെഡിസിൻസ്, ഈ ആയുർവേദ മെഡിസിൻസ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം അതിന്റെ മുകളിലൊരു പൈസ പോലും ഉണ്ടാക്കാതെ ജീവിച്ച് മരിച്ചു പോയൊരു മഹാനായ ഒരു വ്യക്തിനെ പറ്റിയിട്ട് ഒരു സ്റ്റേജിൽ കടന്നിട്ട് സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് വായി തോന്നിയതുപോലെ സലീം കുമാറൊന്നും മരിച്ചു. സലീം കുമാറിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളിൻ്റെ അകത്തുണ്ടാകും, ശ്രമിക്കണം. പക്ഷെ ഒരു വലിയൊരു മനുഷ്യനെ പറ്റി പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാൻ ആ മനുഷ്യനെ ചെറുതായിട്ടേ കാണുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ചികിത്സാ രീതിനെ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ അലോപ്പതിക്ക് നമ്മൾ എതിരല്ല, കാരണം അതൊരു ചികിത്സാ രീതിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ അലോപ്പതി ആ ചികിത്സ ആയിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ എന്നുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. അതിനെതിരല്ല ഒരിക്കലും. രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും ഡോക്ടർമാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിപ്പോ സലീം കുമാർ പറഞ്ഞ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇവറിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ മാറ്റിവെക്കൽ മാത്രമേ, അല്ലാതെ നിങ്ങൾ കണ്ട മോഹൻ വൈദ്യരുടെ അടുത്തും മറ്റേ സ്വാമീൻ്റെ അടുത്തൊക്കെ പോയിട്ട് നശിപ്പിക്കണ്ട ഒരു ഉള്ളടക്കത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവയവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത് നമുക്ക് പിന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലക്ഷങ്ങളും ഒക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലിവർ മാറ്റി വെക്കാൻ പറ്റും. 75 ലക്ഷം 80 ലക്ഷത്തോളം ചെലവ് വരും ലിവർ മാറ്റി വെക്കാൻ. പക്ഷെ മറ്റൊരാളുടെ ലിവർ എടുത്തിട്ട് നമ്മൾക്ക് തുന്നി പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഏതൊരു അവയവത്തില് വേറൊന്ന് തുന്നിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു മുള്ള് തറച്ചാൽ അവിടെ ഒരു പഴുപ്പുണ്ടാക്കിയിട്ട് ആ മുള്ളിനെ പുറന്തള്ളുന്നവരെ ശരീരത്തിന് റെസ്റ്റ് ഇല്ല, ശരീരം അത് പുറന്തള്ളിയിരിക്കും. ഇത് ഡോക്ടർമാർക്കും അറിയാം. ഒരു അവയവം തുന്നിച്ചേർത്ത് വെച്ചാൽ തലച്ചോറ് തന്നെ പുറന്തള്ളാനുള്ള എല്ലാ പണിയും എടുക്കുന്നുള്ളത്. അപ്പൊ എന്താ അറിയൂ, പിന്നെ ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊടുക്കുന്ന, ഇപ്പൊ എൻ്റെ അമ്മൻ്റെ ആങ്ങളൊക്കെ കിഡ്നി മാറ്റി വെച്ചാൽ ഡോക്ടർമാർ കൊടുക്കുന്ന ഗുളിക എന്ന് പറഞ്ഞാൽ പിന്നെ പനി വരാണ്ടിരിക്കുക, ജലദോഷം വരാണ്ടിരിക്കുക. അപ്പൊ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അടിച്ചമർത്തുക ശരീരത്തിൽ. പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? ആരോഗ്യത്തോടെ ഇരിക്കുന്ന 5 വർഷമോ അല്ല ആരോഗ്യം ഇല്ലാണ്ടിരിക്കുന്ന 15 വർഷമോ ഏതാണ്? ആയുസ് ഉണ്ടായി എന്ന് കണ്ടു കാര്യമില്ല, ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ ഈ അലാറടിയും പോലെ പിന്നെ സമയം നോക്കിയിട്ട് ഗുളിക കഴിക്കണം. എന്തിനാന്ന് വെച്ചാൽ ഈ തലച്ചോറിന് ഇത് പുറന്തള്ളാണ്ടിരിക്കാനുള്ള ഒരു അടിച്ചമർത്തൽ അവിടെ നടക്കുന്നുണ്ട്. അത് ഒരു ഡീപ്പായിട്ട് സംസാരിക്കാനുള്ള ഒരു വിവരമൊന്നും എനിക്കില്ലെങ്കിലും ഒരു ഏകദേശം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതെന്റെ അഷ്റഫ് ഖാന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞതാണ്, 7 മണിക്ക് കൃത്യം 7 മണിക്ക് ഒരു ഗുളിക കഴിക്കാനുണ്ട്. രാത്രി അങ്ങനെ തന്നെ. അത് കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന് ശരീരത്തിന് ഒരിക്കലും ഡോക്ടറെ അടുത്ത് അഷ്റഫ് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ശരീരത്തിന് മനസ്സിലാവരുത് ഇത് പുറത്തുനിന്ന് കിട്ടിയൊരു അവയവാന്നുള്ളത്. അത് മനസ്സിലാവാണ്ടിരിക്കാനാണ് ഈ ഗുളിക കഴിക്കുന്നതെന്ന് ഒരു എന്താ പറയാ അഷ്റഫ് ഖാക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഡോക്ടർമാർ പറഞ്ഞു കൊടുത്തതാ.
ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു പണിയാണ് ഒന്ന് പനിക്കുക. അത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ക്യാൻസറൊക്കെ കണ്ടെത്തിയ ടെസ്റ്റിലൂടെ ക്യാൻസറാന്ന് കണ്ടെത്തിയ ഒരു പേഷ്യന്റിന് ഒന്ന് ബാക്കോട്ട് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു പനി വന്നിട്ടുണ്ടാവും. അടിക്കടി വരുന്നൊരു പനി. ആ ശരീരം പനിപ്പിച്ച് നോക്കുന്നതിനാൽ പ്രതിരോധത്തിന് ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റുമോ, എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ഈ ശരീരത്തിന് രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിശ്രമമായിരിക്കും. ജലദോഷം പിടിക്കുന്നതിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി തിരിച്ചെടുക്കാനുള്ളൊരു വഴിയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ ഈ മാറ്റി വെക്കുക നമുക്ക് മാറ്റി വെക്കാൻ അങ്ങനെ ഒരു മാർഗം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും അതിലേക്ക് പോകണ്ട. നമ്മളോട് ബന്ധപ്പെട്ട നമ്മളെ അമ്മമാര്, പെങ്ങന്മാര്, മക്കള്, കുടുംബത്തിലുള്ള കുട്ടികൾ എല്ലാവരെയും ബോധവാന്മാരാക്കിയിട്ട് നമ്മുടെ ലിവറിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം, കാരണം ലിവറിന് ഡാമേജ് വരുമ്പോഴാണ് പിന്നെ ജീവിതശൈലി രോഗങ്ങളിലായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതെല്ലാം വരുന്നത് ലിവറിന് ഡാമേജ് ഉള്ളതുകൊണ്ട്. അപ്പൊ ലിവറിനെ സംരക്ഷിച്ച് നമ്മളെല്ലാവരും സംരക്ഷണത്തിലായി. അപ്പൊ അതുകൊണ്ടാണ് ലിവറിനെ കൊണ്ട് പിന്നെയും ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് തന്നെയാണെങ്കിലും അത് കഴിക്കുക. പിന്നെ കഴിയുന്നവരൊക്കെ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അത് ദഹനത്തിന്, വയറ്റിന്നല്ലാതെ ഒരു രോഗം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ വയറിനെ നന്നായിട്ട് സംരക്ഷിക്കുക. ഇമ്മ്യൂണോത്രിയോ അല്ലെങ്കിൽ എന്താ പറയാ ആന്റാസിഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആമാശയത്തിന്റെ, അത് ഓരോ പെനഡോൾ കഴിക്കുന്ന സമയത്തും ആമാശയത്തിന്റെ പുറംചട്ട നല്ല ശക്തിയിലുള്ള ഒരു പുറംചട്ടയാണ്. കാരണം ആസിഡിറ്റിനെ ഉൾക്കൊള്ളാനുള്ള ഒരു സാധനമാണ് നമ്മുടെ ആമാശയം. നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് അസിഡിറ്റി, എന്താ പറയാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിലേക്ക് എത്തും. ഹെവി ഫുഡ് കഴിക്കുമ്പോൾ, ഹെവി അല്ലാത്ത നാരടങ്ങിയ ഫുഡാണെങ്കിൽ അത്രേ വരുള്ളൂ. അത് കൃത്യമായിട്ട് ആമാശയത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ വിടേണ്ടതും നമ്മൾ എന്താണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് റെഡിയായി നിൽക്കാനും ലിവറാണ് റെഡി ആവേണ്ടത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഭാര്യ ഭർത്താക്കന്മാർ കുട്ടി ഉണ്ടാകണമെന്ന് തീരുമാനിക്കുമ്പോൾ പോലും ആദ്യം അതിന്റെ പണി ലിവറിലാണ് തുടങ്ങുന്നത്. അത്ര പ്രത്യേകത നമ്മളെ ലിവറിനുണ്ടെങ്കിൽ നമ്മൾ അത് സംരക്ഷിക്കാനുള്ളത് ബാധ്യതയില്ല. ഇപ്പൊ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കുറെ ചികിത്സിച്ച് മാറാത്തവരുണ്ടാവും. അവർ ആദ്യം തന്നെ ഇത് കഴിക്കട്ടെ, ലിവഗൈന് കഴിക്കണം. ലിവഗൈന് കണ്ടിന്യൂ കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന്റെ പ്രശ്നം മാറും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം. അത് അപ്പൊ ഞാൻ കഴിച്ചത്, എനിക്ക് ലിവഗൈൻ ഇതൊക്കെ കൂട്ടി കഴിച്ചത് എന്നാൽ പൈൽസിന്റെ പ്രശ്നം ഉണ്ടായിട്ടാ. പക്ഷെ ഞാൻ കുറെ കാലം തന്നെ ഒരു 10-20 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ട് സ്കിന്നിന്റെ പ്രശ്നം ഈ ലിവഗൈന് കണ്ടിന്യൂ കഴിച്ചുകൊണ്ട് മാറിയത്. അപ്പൊ അത് കൂടുതലായിട്ട് ഞാനത് അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലിവറിന് ഡാമേജ് വരുമ്പോഴാണ് സ്കിന്നിന്റെ പ്രശ്നം വരുന്നെന്നുള്ളത് മനസ്സിലായി. പിന്നെ നന്നായിട്ട് വേർക്കുക എന്നുള്ളതും ഒരാളെ സംബന്ധിച്ചുള്ള നിർബന്ധമാണ്. വേർക്കാത്തൊരു ജോലിയും വേർക്കാത്ത സാഹചര്യമാണ് നമുക്ക് കൂടുതലുള്ളത്. അപ്പൊ കുട്ടികളാണെങ്കിലും നമ്മൾ ഓടിച്ചാടി കളിക്കാൻ വിടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വലിയവരും വേർക്കുന്നുണ്ടോ എന്നുള്ളത്. സ്റ്റീം ബാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ അറേബ്യൻ നാടുകളിൽ നേരത്തെ ഉണ്ട്. എന്തുവെന്നാൽ 6 മാസം അവിടെ തണുപ്പായതുകൊണ്ട് പണ്ട് അറേബ്യൻ 1001 രാവുകളിലെല്ലാം ഈ സ്റ്റീം ബാത്തിന്റെ പ്രത്യേകതകളും അത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചതിനെ പറ്റി കഥകളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് വേർക്കുന്ന നല്ല ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ വേർത്ത് പോകുമ്പോൾ ശരീരത്തിലുള്ള ആവശ്യത്തിൽ കൂടുതലുള്ള ഉപ്പ് പുറന്തള്ളുന്നത് പുളിരസമായിട്ടാ, ഉപ്പായിട്ട് പോവില്ല. വേർപ്പ് ഊറിയാൽ ഉപ്പിന്റെ പൊടി നമ്മളെ ഡ്രസ്സിലെല്ലാം കാണെങ്കിലും അതിന്റെ ടേസ്റ്റ് തന്നെ പുളിയാ. അതായത് വേസ്റ്റാ പോകുന്നത്, അസിഡിറ്റിയാ പുറത്തിറങ്ങുന്നത്. അസിഡിറ്റി രക്തത്തിൽ നിന്ന് അത്രയും ക്ലിയർ ആയി പോകുന്നതാണ് ഇത്. അപ്പൊ വേർക്കുക എന്നുള്ളതും, നമുക്ക് വേർക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൈലം പുരട്ടിയിട്ടെങ്കിലും ശരീരത്തിനൊന്ന് വേർപ്പിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നല്ല ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഈ കർക്കിടകത്തിൽ ഉണ്ടാവും എണ്ണ പുരട്ടിക്കുളിയും അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ നെർവുകളൊക്കെ ഒന്ന് ഉണർന്നു നിൽക്കാനും രക്തോട്ടമൊക്കെ നന്നാവാനും ഒരു ചാമ്പി തൈലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നല്ല ഗുളിയും പിന്നെ കവചപ്രാശലേഹമൊക്കെ ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് നമ്മൾ മൈ ലൈഫിൽ പ്രവർത്തിക്കുന്നവർ പ്രതിരോധ ശേഷി ഉണ്ടാക്കിയിട്ട് ഒരു വൈറൽ രോഗവും കയറാതെ വീടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പകുതി വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. കവചപ്രാശത്തിൽ സമയം അധികമായി പോകുന്നു, എന്നാലും അതും കൂടെ ചെറുതായിട്ട് പറഞ്ഞിട്ട് പോവാം. കവചപ്രാശത്തിന്റെ പ്രത്യേകതകളെല്ലാം നമുക്കറിയാം. അതിനകത്ത് നമ്മളെ കോശം എന്നും കോശങ്ങൾ നശിക്കുന്നതിനനുസരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാകണം. സ്കിന്നിന്റെ കോശങ്ങൾ നശിക്കും, ഉള്ളിലെ കോശങ്ങൾ നശിക്കും, പുതിയതുണ്ടാകും. അപ്പൊ പുതിയ കോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്നൊരു ഘടകമാണ് കൊഴുപ്പും പിന്നെ വിറ്റാമിൻ സിയും. അപ്പൊ നെല്ലിക്കേന്റെ എക്സ്ട്രാക്റ്റ് പശു നെയ്യിൻ്റെ അകത്താണ് നമ്മളെ കവചപ്രാശം വിരകിയെടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ആദ്യം കുടിച്ചിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത്
ശരീരത്തിന് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ശരീരത്തിൽ എളുപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേന്, കാട്ടുതേനാണ് അതിലുള്ളത്. കാട്ടുനെല്ലിക്ക, കാട്ടുതേന്, പശു നെയ്യ്, ഈ 3 ഘടകങ്ങൾ. അതിൻ്റെ കൂടെ കൂവളം പോലെയുള്ള പിന്നെ എന്താ പറയാ ഈ എന്താ പറയാ ക്യാൻസറിനെ ചെറുക്കുന്ന ഇതില്ല, പിന്നെ പറഞ്ഞ അതിന്റെ പേര് നമ്മളെ ഇതിലെല്ലാം ഉള്ള അതിന്റെ പേര് പറഞ്ഞ്. അങ്ങനെ പിന്നെ എന്താ പറയാ ഞെരിഞ്ഞില്, പിന്നെ അങ്ങനെയുള്ള കുറേ നല്ല നല്ല ഭയങ്കര പിന്നെ എന്ത് കുങ്കുമപ്പൂവ്, രക്തശുദ്ധീകരണത്തിനൊക്കെ നല്ല ആന്റി വൈറൽ കർമ്മൊക്കെ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. 10-41 തരം ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള കുറുന്തോട്ടി, വാദത്തിനെ കൃത്യമാക്കി കൊണ്ടുപോകാൻ. പിന്നെ അമുക്കുരം, നേരത്തെ ഞാൻ മറന്നുപോയത്, അമുക്കുരം, അതൊക്കെ ചേർന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 95 കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കവചപ്രാശം തന്നെയാണ്. ഒരു ബോട്ടിൽ കഴിയുമ്പോൾ ഒരു ബോട്ടിൽ പൊളിച്ചു വെച്ചോ, അതിനൊരു നഷ്ടം ആയിരിക്കും വരൂല. അതിന്റെ പൈസ ആരും നോക്കണ്ട. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ടെസ്റ്റിനും അതിനും ഇതിനായിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കണം, അതിന്റെ പ്രയാസം വേറെ അനുഭവിക്കണം. പിന്നെ ക്യാൻസർ രോഗം 10 വർഷത്തിൽ ഇപ്പുറം നല്ല മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. ഒരു ക്യാൻസർ രോഗി ഒരു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കിഡ്നി പേഷ്യന്റ് വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ജോലി നിർത്തി വെച്ചിട്ട് 2 ആൾ അവർ കൂടെ മെനക്കിടണം. രോഗിന്റെ പ്രയാസം കണ്ട് നമ്മൾ സങ്കടപ്പെടണം, പൈസ വാരി എറിയണം. ഇതൊക്കെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ലൈവായിട്ട് പ്രയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കവചപ്രാശം വർഷത്തിൽ 3 95 ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ഒരു മടിയും കാണിക്കരുതെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലായിടത്തും. നമ്മൾ പ്രൊട്ടക്ട് ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അന്ന് നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ, ഞാനുള്ളത് സ്വർണ്ണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മോതിരമൊക്കെ എടുത്ത് വിറ്റിട്ട് വാങ്ങി കഴിച്ചു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യാം എല്ലാ ക്യാൻസർ സെന്ററുകളും, അതുപോലെ കിഡ്നി ഡയാലിസിസ് സെന്ററുകൾക്കൊക്കെ ഒന്ന് പോവാം. ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകും. ദാഹം വരുമ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് മരിച്ചു പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ആരോഗ്യം എങ്ങോട്ട് പോയിന്ന്. പിന്നെ അതുകൂടാണ്ട് എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കോർപ്പറേറ്റീവ് ഭീമന്മാരെ പറ്റി നമ്മളൊക്കെ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളെ ഈ കുഗ്രാമത്തിൽ എന്ന് പറയുന്ന ഈ വടകരയിൽ ഒരു ബേബി മെമ്മോറിയൽ കോർപ്പറേറ്റീവ് കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിൽ നിന്ന് ഒരു കോർപ്പറേറ്റീവ് കമ്പനി 80% അവർ വാങ്ങിക്കഴിഞ്ഞെന്ന് പറയുന്നത്. 25 കോടിയിലധികം രൂപ ആരോഗ്യ മേഖലയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്കറിയാം ഈ 10 വർഷം കൊണ്ട് നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലെ മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്ന ഗുളികേന്റെ കണക്ക് മാത്രം എടുത്താൽ മതി അവർക്ക് ഷെയർ എടുക്കാനുള്ള ധൈര്യം കാണിക്കാൻ. കാരണം ആ ഗുളിക ഉപയോഗിച്ച രോഗികളും ആ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് 10 വർഷം കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന പുതിയ രോഗികളെ പറ്റിയും ഒക്കെ അവർക്കറിയാം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുകാർ ഇവിടെ വന്നിട്ട്, അപ്പൊ എൻ്റെ ഭർത്താവിനെ പരിചയമുള്ള ഒരാളാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മേഡം അങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കണം, നമ്മളെ ജീവിതശൈലി ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്, അപകടമായ അവസ്ഥയിലേക്കാണ്. അപ്പൊ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതെല്ലാം ഇരുന്ന് കേട്ട് ഞാൻ ചോദിച്ചു, ഒരു 5 മിനിറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഞാൻ അകത്ത് വന്നൊരു 95 ഒരു കവചപ്രാശവും പിന്നെ അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വർഷാവർഷം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി ഒരു മനുഷ്യന് നിലനിർത്താൻ പറ്റും. പിന്നെ എന്തിനാ അത്യാവശ്യ രോഗം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. പിന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കണ്ടമാനം പൈസ കൊടുത്തിട്ട് പ്രീമിയം ഇൻഷുറൻസ് ഒക്കെ അടക്കുകയാണെങ്കിൽ നമ്മൾ 75,000 ഒരു വർഷത്തേക്ക് അടക്കണം. അങ്ങനെ അത് എന്നിട്ട് നമുക്ക് ചികിത്സ കിട്ടുമ്പോൾ നമ്മൾ രോഗിയായിട്ട് ആ രോഗത്തിന്റെ പ്രതിവിധി മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. ഒരു രോഗിക്കും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അല്ല ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ആരോഗ്യത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ഒരു റിക്കവറി മാത്രം. എന്നാൽ പ്രതിരോധ ശേഷി നിലനിർത്തുക എന്നുള്ളത് നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർമാരെ കാണും ഇന്ന് പ്രസക്തി ഉള്ളത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടു കൂടി എല്ലായിടത്തും ഇറങ്ങുക, സംസാരിക്കുക. ആദ്യം നമ്മളെ വീടും നമ്മളും ശരിയായി നന്നാക്കി അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചു കൊടുക്കുക. ഇതാ എല്ലാ രോഗത്തിൽ നിന്നും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നുണ്ട് ഞങ്ങളുടെ ശരീരത്തിന് എന്നുള്ളത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം ഒരുപാട് ലേറ്റായി. അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയോ നമ്മളെ കമ്പനിയെ പറ്റിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന്റെ പിന്നിലുള്ളത് 50 വർഷത്തിലോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മൾ അറിയില്ലേ, ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ ഡോക്ടറാ, നല്ല പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടാ പോവുക. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ ആരോഗ്യ രംഗത്ത് ഒരു രോഗപ്രതിരോധ ശേഷിക്ക് ഓരോ അവയവത്തിനെ എങ്ങനെ രക്ഷിക്കണമെന്നും പിന്നെ ജീവന്റെ അംശത്തിൽ നിന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല.
ഈ ചെടികൾ, ഹെർബുകൾ എന്ന് പറയുന്നത് എല്ലാം ജീവനുള്ളത്, എല്ലാ ചെടികൾക്കും ജീവനുണ്ട്. സ്വാഭാവിക ജീവനുള്ള ഒരു ഹെർബുകളിൽ നിന്ന് ജീവന്റെ തലത്തിലുള്ള, അതിൽ നിന്ന് ജീവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് അത് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് അതും പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കെമിക്കൽ കോമ്പിനേഷനാണ്. ഓരോ ഇൻഗ്രീഡിയൻസും ഒരു കെമിക്കൽ കോമ്പിനേഷൻ, കെമിക്കലിന് എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടാവും, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അതാണ് സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. അതേസമയം നമ്മളെ പ്രൊഡക്റ്റുള്ളതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉപയോഗിച്ചുള്ള സാധനങ്ങളാണ്. അതല്ലാത്തത് അതനുസരിച്ച് തന്നെ പറയുന്നുണ്ട്. അതല്ലാത്ത സാധനത്തിലൊക്കെ ആയുഷ് പ്രീമിയം ഒക്കെ കിട്ടിയ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ, ഉപയോഗിക്കാൻ പറ്റട്ടെ, ആരോഗ്യത്തിന് സംരക്ഷിക്കാൻ പറ്റട്ടെ എന്നും കൂടെ ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകളോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. ഓക്കെ സൈനബ മാഡം, എന്താ പറയാ,